മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ, അതുപോലെ ഫ്രിക്ഷനെ പറ്റി പഠിക്കുന്നുണ്ട്, ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ് പഠിക്കുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കുന്നുണ്ട്. ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോവാം. പോരെ, ശ്രദ്ധിച്ചോണേ. ആദ്യം പഠിക്കാൻ പോകുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. എല്ലാവർക്കും അറിയാം തേർഡ് ലോ. അറിയാൻ പാടില്ലാത്തവരുണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എന്താണ് തേർഡ് ലോ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ റിയാക്ഷൻ. ശ്രദ്ധിച്ചോണേ, പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കണം. ഈ ആക്ഷനും റിയാക്ഷനും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് വൈസ് അവർ രണ്ടുപേരും തുല്യമായിരിക്കും. എന്നാൽ ഇവരുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്ഷൻ അങ്ങോട്ടാണെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ല. ഈ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആയിപ്പോ. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ക്യാൻസൽ ആയിപ്പോ? ഇല്ല. കാര്യം എന്താണെന്നറിയോ? ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിലായിരിക്കും. ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിലായിരിക്കും. ഈസി അല്ലേ? ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഞാൻ എന്റെ കൈ വെച്ച് ഈ ബോർഡിൽ അടിക്കുകയാണ്. ആ ബോർഡിൽ അടിക്കുമ്പോൾ ഞാൻ ആക്ഷൻ കൊടുക്കുകയാണ്. ആക്ഷൻ കൊടുക്കുന്നത് എവിടെയാണ്? ബോർഡിലാണ് ഞാൻ ആക്ഷൻ കൊടുക്കുക. റിയാക്ഷൻ കിട്ടുന്നത് എവിടെയാണ്? എൻ്റെ കയ്യിലാണ്. ഞാൻ അങ്ങോട്ട് 5 ന്യൂട്ടനാണ് കൊടുത്തതെങ്കിൽ തിരിച്ച് എൻ്റെ കയ്യിൽ കിട്ടുന്ന എത്ര? 5 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആക്ഷൻ ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. ആക്ട് ചെയ്ത് രണ്ട് ബോഡിയിലാണ്, ഒന്ന് ബോർഡിലും രണ്ടിന്റെ കയ്യിലും. ക്യാൻസൽ ആയി പോയില്ല. അപ്പൊ നോക്കിയേ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ആക്ഷനും റിയാക്ഷനും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, ഡയറക്ഷൻ വൈസ് ഓപ്പോസിറ്റ് ആണ്. ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിലാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആയി പോവില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നോക്ക്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. എ എന്ന് പറയുന്നതാണ് ഒരു ഒബ്ജക്റ്റ്. അതെന്ത് ചെയ്യാണ്? ഒബ്ജക്റ്റ് ബിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. അങ്ങോട്ട് എ ഒരു ഫോഴ്സ് എവിടേക്ക് കൊടുക്കാണ്? എ ഒരു ഫോഴ്സ് എവിടെ കൊടുക്കാണ്? ബിയിൽ കൊടുക്കാണ്. അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും തിരിച്ചൊരു ഫോഴ്സ് ബി എയിൽ കൊടുക്കില്ലേ? കൊടുക്കും. ശരിയല്ലേ? ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ അല്ലേ? ആണ്. ഡയറക്ഷൻ വൈസോ ഓപ്പോസിറ്റ് ആണ്. അത്ര ഉള്ള കാര്യം. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഒരു സംശയത്തിന്റെ ആവശ്യമില്ലല്ലോ. സെറ്റാണേ? പ്രശ്നമില്ലേ? യെസ്. ശ്രദ്ധിച്ചോണേ, ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട അടുത്ത ഒരു ഐറ്റം വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റ്, അതായത് ടോട്ടൽ മൂവ്മെന്റ് കൺസേർവ്ഡ് ആയിട്ടിരിക്കുകയാണ്, മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് പറയുന്നത്. നോക്കി, ഒരു വസ്തു എടുക്കുകയാണ്. ആ വസ്തുവിനകത്ത് മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനൊരു മൊമെന്റം ഉണ്ടാവുമല്ലോ. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെന്റം. ആ മൊമെന്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ തുടരും. ഇതാണ് ഉദ്ദേശിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കൊണ്ട്. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഒരു വസ്തു, ആ വസ്തുവിനകത്ത് മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് നിലവിൽ ഒരു മൊമെന്റം ഉണ്ട്, മാസ് ഇൻറ്റു വെലോസിറ്റി. ശരിയല്ലേ? ആ മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ വാല്യൂ എന്താണോ അത് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ തുടരും. അതാണ് കൺസർവേഷൻ മൊമെന്റം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു കാറുണ്ട്. ആ കാറിന് നിശ്ചിത വെലോസിറ്റി, മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം. ചുമ്മാ പറയുകയാണെ 100 കിലോഗ്രാം ആണ്. വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ മൊമെന്റ് എന്തായിരിക്കും കിട്ടുക? പറഞ്ഞു. യെസ്, 100 അല്ലെ, മൾട്ടിപ്ലൈ 100 × 100 തന്നെ 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആയിരിക്കും അതിന്റെ മൊമെന്റം കിട്ടുക. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ, യെസ്. അപ്പം 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൊമെന്റ് ഉള്ള ഈ കാറിന്റെ മൊമെന്റം ത്രൂ ഔട്ട് നമ്മൾ നോക്കാം. മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇതിന്റെ മൊമെന്റം ഈ 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വാല്യൂ തന്നെ ആയിരിക്കും, മാറത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് മോഷനിലാണ്. എന്നാൽ ഇതേ കാർ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അതിന്റെ വെലോസിറ്റി എത്ര? 0 ആണ്. അപ്പം മാസിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടുന്ന 0 ആണ്. അതായത് റെസ്റ്റിലിരിക്കുന്ന ആ വസ്തുവിന്റെ മൊമെന്റ് 0 ആണ്. നമ്മൾ നോക്കാം, 1 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം, അപ്പോഴും എന്താണ്? 0 ആണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാണ് 0 ആണ്. അതായത് mv എന്ന് പറയുന്ന വാല്യൂ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിനകത്ത് തന്നെ വരുന്നതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അതൊന്ന് നോക്കിയാട്ടെ. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത് അല്ലെ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. അതെങ്ങനെയാ സംഗതി നോക്കാം. നോക്കിക്കോണേ, ഞാൻ ഈ വരയ്ക്കുന്ന ഒരു തോക്കാണേ, തോക്ക് ഗണ്ണാണേ. ഓക്കെ, ഗണ്ണ് വരച്ചിട്ടുണ്ട് ഞാൻ. ഗണ്ണാണ് ഇത്. ഓക്കെ, ആ ഗണ്ണിന്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എം എന്ന് എടുക്കുന്നു. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം. ഓക്കെ അല്ലേ? യെസ്. ഇതിനകത്ത് ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ബുള്ളറ്റിന്റെ മാസ് ഞാൻ എന്തെന്ന് എടുക്കുന്നത്? സ്മോൾ ലെറ്റർ എം. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഗണ്ണ് വലുതാണ്, അതുകൊണ്ട് മാസ് ക്യാപിറ്റൽ എം. ബുള്ളറ്റ് ചെറുതാണ്, അതുകൊണ്ട് അതിന്റെ മാസ് സ്മോൾ ലെറ്റർ എം. ഓക്കെ, യെസ്. അത് സെറ്റായി. അപ്പൊ മാസ് നമുക്ക് മനസ്സിലായി. മാസ് ഓക്കെ, രണ്ടിന്റെയും മാസ് മനസ്സിലായി. ശ്രദ്ധിച്ചോണേ, ഗണ്ണിന്റെ വെലോസിറ്റി ഞാൻ ക്യാപിറ്റൽ വി എന്ന് കൊടുക്കുകയാണ്. ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി എന്ന് കൊടുക്കുകയാണ്.
ഇതിനകത്തുള്ള ബുള്ളറ്റിന്റെ വെലോസിറ്റി ഞാൻ സ്മോൾ ലെറ്റർ വി എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ബുള്ളറ്റ് ചെറുതാണ്, അതിന് അതുകൊണ്ട് കുഞ്ഞു മാസം കുഞ്ഞു വെലോസിറ്റി, ഗണ്ണ് വലുതാണ്, അതിന് വലിയ മാസം വലിയ വെലോസിറ്റി. ഓക്കെ അല്ലേ? നമ്മൾ നോക്കിയേ ഈ ഗണ്ണ് അവിടെ ഇരിക്കുക, അതായത് റെസ്റ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ ഇതിന്റെ മൊമെന്റം ഒന്ന് എഴുതി നോക്കിയാൽ മൊമെന്റം, അതായത് ഗണ്ണ് റെസ്റ്റിലാണെങ്കിൽ ശ്രദ്ധിച്ചോണേ, റെസ്റ്റിലാണെങ്കിൽ നമുക്ക് അതിന്റെ മൊമെന്റം ഒന്ന് നോക്കിയാൽ മൊമെന്റം ശ്രദ്ധിച്ചോ, ദാ മാസ് എം തന്നെ, മാറ്റമൊന്നുമില്ല. വെലോസിറ്റി 0 ആണ്, ഗണ്ണനങ്ങുന്നില്ലല്ലോ, 0 ആണ്. പ്ലസ് ശ്രദ്ധിച്ചോണേ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം, ശരിയല്ലേ? ആണല്ലോ, ആണ്. ബുള്ളറ്റ് അനങ്ങുന്നില്ല, അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി 0. സോ നമ്മൾ നോക്കിയ റെസ്റ്റിലിരിക്കുന്ന ഈ ഗണ്ണിന്റെ മൊമെന്റോ എന്ന് പറയുന്നത്, ടോട്ടൽ മൊമെന്റോ എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായി? റെസ്റ്റിലിരിക്കുന്ന ഈ പറഞ്ഞ ഗണ്ണിന്റെ ടോട്ടൽ മൊമെന്റം, രണ്ട് മൊമെന്റം നമ്മൾ ആഡ് ചെയ്തേ, ഒന്ന് ഗണ്ണിന്റെ മൊമെന്റം ആഡ് ചെയ്ത്, രണ്ട് ബുള്ളറ്റിന്റെ മൊമെന്റം ആഡ് ചെയ്ത്, എന്തായാലും 0 നൽകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ ടോട്ടലായിട്ട് ശ്രദ്ധിച്ചോണേ, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ആണ് ഈ കാണുന്നത്, എഴുതിയിരിക്കുന്ന 0 എന്ന് എഴുതിയിരിക്കുന്നത് 0. അങ്ങനെയാണ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് നമുക്കൊന്ന് എഴുതി നോക്കിയാൽ, നോക്കിയേ എം മാസുള്ള ഗണ്ണ്, അത് വി വെലോസിറ്റിയിൽ ബാക്കിലോട്ട് വന്നു, വെടിവെച്ച സമയത്ത് ആ ഗണ്ണ് ബാക്കിലോട്ട് ആവും അല്ലെ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ തോക്കെടുത്ത് വെടിവെക്കുന്ന സമയത്ത് ആ വെടി വെട്ടുന്ന സമയത്ത് ഗണ്ണ് ബാക്കിലേക്ക് വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഗണ്ണിന്റെ മൊമെന്റം പ്ലസ്, ശ്രദ്ധിച്ചോണേ, ബുള്ളറ്റിന്റെ കാര്യം എടുക്കുകയാണ്. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം, വെലോസിറ്റി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ വി, ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0ക്ക് തുല്യം. കാര്യം എന്താ? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് തുല്യമായിരിക്കണം. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് മൊമെന്റം എന്താണോ അത് തന്നെയാണ് എന്ത് വരേണ്ടത്? ഈ ഫയറിംഗ് നടന്ന ശേഷവും വരേണ്ടത്. ഓക്കെ അല്ലേ? സോ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കിക്കോണേ, ഇതാണ്ട് ഇവിടെ 0 ആ, ഈ ടേം ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു മൈനസ് എം എന്ന് വരും. ഓക്കെ അല്ലേ? സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു മൈനസ് എം എന്ന് വരും. ഇതിനകത്തുനിന്ന് ഞാൻ ഈ ക്യാപിറ്റൽ എമ്മിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാണ്. സോ എനിക്ക് വി ഈസ് ഈക്വൽ ടു കിട്ടുന്നത് മൈനസ് എം വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് കിട്ടും. ശ്രദ്ധിക്കണം, ഈ കിട്ടിയ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് റീകോയിൽ വെലോസിറ്റി എന്നാണ്. എന്താണ്? റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നാണ് വിളിക്കുക. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നാണ് ഇതിനെ വിളിക്കുക. ശ്രദ്ധിക്കണേ, ഇതിനെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ? ആ ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്. നോക്ക്, ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം, ഇതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിന്റെ ഇക്വേഷൻ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കുന്നതാണ്, നമുക്കത് നോക്കേണ്ടതുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, അപ്പൊ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഇസ് എ ക്ലാസിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഓക്കെ അല്ലേ? നോക്ക്, when a gun is fired, the momentum of the system must remain 0, meaning the forward momentum of the bullet must be balanced by the backward momentum of the gun. ശ്രദ്ധിച്ചോ, ബാക്കി പോയിന്റുകൾ നോക്കിക്കോ. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം, ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം അത് നമ്മൾ കണ്ടു 0 ആയിരുന്നു. ടോട്ടൽ ഫൈനൽ മൊമെന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു, ശരിയല്ലേ? ആണല്ലോ, ആണ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് 0 ഈസ് ഈക്വൽ ടു എം വി പ്ലസ് എം ഇന്ന് കിട്ടിയത്. ശരിയാണോ? ആണ്. യെസ്. ആ ഈക്വൽ വെലോസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്ത് ആ എം ഇ എന്നുള്ള ടേമിന് അല്ലെങ്കിൽ മൈനസ് എം ഇ എന്ന് പറഞ്ഞ ടേമിന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട്. സോ എം ഇ ഈക്വൽ ടു മൈനസ് എം ഇ എന്ന് കിട്ടി. സോ വി ഈക്വൽ ടു എന്ത് കിട്ടി? വി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? മൈനസ് എം ഇ ഡിവൈഡ് ബൈ എം എന്ന് കിട്ടി. ഇതിനാണ് റീക്വൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? റീക്വൽ വെലോസിറ്റി ഓഫ് ഗൺ ഓക്കെ ആണോ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നേ. ശ്രദ്ധിച്ചോണം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ 4 കിലോഗ്രാം റൈഫിൾ, ഒരു റൈഫിൾ ഉണ്ട്, അതിന്റെ മാസ് തന്നിട്ടുണ്ട് എത്ര? 4 കിലോഗ്രാം. ഫയേഴ്സ് എ 0.02 കിലോഗ്രാം ബുള്ളറ്റ്. അപ്പം മാസ് രണ്ടെണ്ണം തന്നിരിക്കുന്ന, ഒന്ന് ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? അത് ഗൺ അല്ലെ, നമ്മുടെ റൈഫിളിന്റെ ആണ് 4 കിലോഗ്രാം. ഇനി ബുള്ളറ്റിന്റെ തന്നിട്ടുണ്ട് എത്ര? 0.02 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ മാസ് കിട്ടി. ഇനി വെലോസിറ്റി വേണം. സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വി എത്ര തന്നിരിക്കുന്നത്? 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റീക്വൽ വെലോസിറ്റി കാണാം. റീക്വൽ വെലോസിറ്റി ക്യാപിറ്റൽ വി ആണ് കാണേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാലോ. ഇക്വേഷൻ എന്താ? ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു പറഞ്ഞു നോക്കിക്കേ, മൈനസ് എം ഇ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്നാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? നോക്കാം, മൈനസ് എമ്മിന് വാല്യൂ ഇട്ട് കൊടുത്തതാണ്ട് 0.02 കിലോഗ്രാം. ശരിയല്ലേ? വി വെലോസിറ്റിയുടെ വാല്യൂ എത്ര? 400 ആണ്. 400. ഓക്കെ അല്ലേ? ആണ്. നോക്കിയേ, കിലോഗ്രാം. നോക്കിയേ, അടുത്ത എന്താ? താഴെ വരേണ്ട ക്യാപിറ്റൽ എം, അത് എത്ര? 4. ഓക്കെ അല്ലേ? ഇത് ഇതോടെ കട്ടിയല്ലോ, ഈ 4ഉം ഈ 4 കട്ടായി പോയി. ഇവിടെ 0.2 ആണ്, ഇവിടെ 2 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് കിട്ടും 2 എന്ന് കിട്ടും. ഇവിടെ കിട്ടിയോ? ഈ 2 0 എന്ന് വെച്ചാൽ 100 ആണ്. 100 × 0.2 എന്ന് വെച്ചാൽ 2 കിട്ടും. മൈനസ് ഉണ്ടല്ലോ, മൈനസ് ഉണ്ട്. സോ -2 മീറ്റർ പെർ അല്ലെ, -2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഇവിടുത്തെ റീക്വൽ വെലോസിറ്റി. അതായത് നമ്മൾ തോക്കെടുത്തിട്ട് ഈ റൈഫിൾ എടുത്തിട്ട് വെടിവെക്കുന്ന സമയത്ത് ബുള്ളറ്റ് 400 മീറ്റർ പെർ സെക്കൻഡിൽ മുന്നോട്ട് പോയി ആ റൈഫിൾ എന്ന് പറയുന്ന ബാക്കിലോട്ട് വരും. എത്ര? 2 മീറ്റർ പെർ സെക്കൻഡിൽ ബാക്കിലോട്ട് വരും. ഈ നെഗറ്റീവ് കാണിക്കുന്ന എന്താ? പിന്നിലേക്ക് വന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബുള്ളറ്റ് പോയിന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്.
യെസ്. ഓക്കെ, യെസ്. തിരിച്ചു വാ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് എന്താ? മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ശ്രദ്ധിച്ചോണേ. യെസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ an isolated system when there is no external forces like friction, എയർ റെസിസ്റ്റൻസ് അതുപോലുള്ള മറ്റു എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയാം. ഈ ഒരു സമയത്ത് അതിന്റെ മൊമെന്റ് എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റ് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ, ഒന്നെങ്കിൽ കൊളിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇന്ററാക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ കൊളിഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയാൽ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നോക്ക്, മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ആ സിസ്റ്റത്തിന്റെ മൊമെന്റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, ദിസ് ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ന്യൂട്ടന്റെ തേർഡ് ലോയുടെ കോൺസിക്വൻസ് ആയിട്ടാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ദ ഇന്റേണൽ ഫോഴ്സസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, സോ ദേ ക്യാൻസൽ ഔട്ട് വെൻ ലുക്കിംഗ് അറ്റ് ദ സിസ്റ്റം ആസ് എ. ഓക്കെ, ക്ലിയർ? പ്രശ്നമില്ല. ഈ ഒരു പോർഷൻ പറഞ്ഞതാണ്. ഓക്കെയാണ്, സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, യെസ്. അവിടെ നോക്കിയട്ടെ, റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസ് നോക്കാം. നോക്കോണേ, ന്യൂട്ടന്റെ തേർഡ് ലോ ശ്രദ്ധിച്ചോണേ. ഒരാൾ നടന്നു പോവാണ് അല്ലെ, അയാൾ എന്ത് ചെയ്യാണ്? ഒരു ആക്ഷൻ കൊടുക്കുകയാണ്. ആക്ഷൻ കൊടുക്കുന്ന അയാളുടെ കാല് കൊണ്ട് എന്ത് ചെയ്യാണ്? അവിടെ പുഷ് ചെയ്യാണ്, ബാക്കിലേക്ക് പുഷ് ചെയ്യാണ് അല്ലെ. കാലുകൊണ്ട് അയാൾ ബാക്കിലേക്ക് തറയിൽ പുഷ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയും ഫ്രണ്ടിലോട്ട് പോകും. മനസ്സിലായി? ന്യൂട്ടന്റെ തേർഡ് ലോ. ഒരാൾ വള്ളം തൊഴിയുന്ന കാര്യം ആലോചിക്കുക. വള്ളം തൊഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? വള്ളത്തിനകത്ത് അയാൾ അവിടെ ഇരുന്നിട്ട് ആ വള്ളത്തിനകത്തുള്ള വെള്ളത്തിന് എന്ത് ചെയ്യുന്നത്? അയാൾ ബാക്കിലേക്ക് അല്ലെ, അയാൾ ഈ തുഴയെടുത്ത് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കുന്നത്. അപ്പൊ അയാൾ ആക്ഷൻ കൊടുക്കുന്ന എങ്ങോട്ടാ? പുറകിലേക്ക് ആക്ഷൻ കൊടുക്കുന്ന, അതിന്റെ റിയാക്ഷൻ ആയിട്ട് വള്ളം മുന്നോട്ട് പോകും. മനസ്സിലായോ? നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ആക്ഷൻ കൊടുക്കുന്ന എങ്ങോട്ടാ? ആക്ഷൻ കൊടുക്കുന്ന പുറന്നോട്ടാണ്. നമ്മൾ അതിന്റെ റിയാക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? തോക്ക് വെച്ച് വെടിവെക്കുന്ന സമയത്ത് ആലോചിച്ച്, തോക്ക് വെച്ച് വെടിവെക്കുന്ന സമയത്ത് ബുള്ളറ്റ് പോകുന്ന എങ്ങോട്ടാ? ബുള്ളറ്റ് പോകുന്ന ഇങ്ങോട്ടാണ്. ആക്ഷൻ ഇങ്ങോട്ടാണ്, റിയാക്ഷൻ ഇങ്ങോട്ടാ. റിയാക്ഷൻ ബാക്കിലോട്ടാണ്, ബുള്ളറ്റ് ബാക്കിലേക്കാണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ന്യൂട്ടന്റെ തേർഡ് ലോ. അപ്പൊ നോക്കിയാ റോക്കറ്റ് പോകുന്ന കേസിന്, റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന കേസിന് നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചോണേ, ആ റോക്കറ്റിനകത്ത് വരുന്ന അല്ലെ തീ വരുന്ന വിചാരിക്കും. റോക്കറ്റിനകത്ത് തീ വരുന്നത് അതെങ്ങോട്ടാ? താഴോട്ടാണ് ആക്ഷൻ എങ്ങോട്ടാ? താഴേക്ക്. റിയാക്ഷൻ അപ്പൊ എങ്ങോട്ട് കിട്ടും? മുകളിലേക്ക്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ആക്ഷൻ റിയാക്ഷൻ ഐഡിയ ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷനകത്ത് ആക്ഷൻ എങ്ങോട്ടാ? താഴോട്ട്. അതിന്റെ റിയാക്ഷൻ ആയിട്ട് മുകളിലേക്ക് പോകും. താറാവ് നീന്തി പോകുന്നില്ല, അതിന്റെ കാലുകൾ ബാക്കിലേക്ക് ആക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ ബാക്കിലോട്ട് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിലോട്ട് റിയാക്ഷൻ, ആക്ഷൻ ബാക്കിലോട്ട് കൊടുക്കും, റിയാക്ഷൻ ഫ്രണ്ടിലോട്ട് കിട്ടും, അത് നീന്തി പോകും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, പ്രശ്നമില്ലല്ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഐഡിയ ആണ്. ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ and the law of conservation of momentum. It is common misconception that rocket moves by pushing in its air. അല്ലെ, എയറിനെ എന്താണ് വകഞ്ഞു മാറ്റി അങ്ങനെ പോകുന്ന ഒരു ഐഡിയ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആക്ഷൻ റിയാക്ഷൻ ഐഡിയ ആണ്. ഓക്കെ, യെസ്. അതിൻ്റെ ഒരു ഏറ്റവും എക്സാമ്പിൾ ഇപ്പോൾ എയറിനെ പുഷ് ചെയ്ത് മാറ്റുന്ന വാക്യത്തിൽ ഇത് നന്നായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല കാരണം എന്നുള്ളത് മനസ്സിലാക്കാതെ ഉള്ളൂ കേട്ടോ. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. അവിടെ നോക്കിയ ഫ്രിക്ഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊരു തടസ്സമാണ് അല്ലേ? യെസ്, നോക്കിക്കോ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫോഴ്സ് ദാറ്റ് റെസിസ്റ്റ്, തടസ്സമാണ്, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസ് ഇൻ കോണ്ടാക്ട്. നോക്കിയ ഒരു സർഫസ്, ആ സർഫസിനകത്ത് കോണ്ടാക്റ്റിൽ വരുന്ന മറ്റൊരു വസ്തു. ശരിയല്ലേ? ആണോ? ആണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? മോഷൻ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രിക്ഷൻ വിളിക്കുക. ഞാനിപ്പോൾ ഇതിനെ അങ്ങോട്ട് തള്ളി നീക്കാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സർഫസ് എന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ട് തള്ളുന്നതിന് പകരം ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? ഇതിനെ തള്ളും. പിടി കിട്ടിയോ? ഇതിന് എന്തെന്നാ വിളിക്കുന്നത്? ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് റെസിസ്റ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസ് ഇൻ കോണ്ടാക്ട്. ഇറ്റ് ഓൾവേസ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് വരിക? യെസ്, ഫ്രിക്ഷൻ വരിക. ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? ഫ്രിക്ഷൻ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പേന കയ്യിൽ പിടിക്കുന്നു, അതെന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇത് വരുത്തിപ്പോയനെ. അപ്പോൾ ഒരു വസ്തുവിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. നമുക്ക് നടക്കാൻ ഫ്രിക്ഷൻ വേണം. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ ആഹാരം കഴിക്കണം എന്ന് വിചാരിക്കുക, അതിന് ഫ്രിക്ഷൻ വേണം. മനസ്സിലായി? വണ്ടി ഓടിക്കാൻ നമുക്ക് ഫ്രിക്ഷൻ വേണം. തീപ്പെട്ടിക്കുള്ളി ഉറച്ച് കത്തിക്കാൻ ഫ്രിക്ഷൻ വേണം. അപ്പോൾ ഇതിനെല്ലാം ഫ്രിക്ഷൻ ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ കൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? അഡ്വാൻറ്റേജ് ഉണ്ടതുപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മളൊരു പുതിയ വസ്തു മേടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഉടുപ്പ് മേടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കല്ലിനകത്ത് ഉരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കയറിപ്പോകും. ഫ്രിക്ഷൻ അവിടെ രണ്ട് വസ്തുക്കൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുക. ശരിയല്ലേ? അപ്പം ഒറ്റ തവണ കല്ലിനകത്ത് ഉരയ്ക്കും, നമ്മൾ കുറേ തവണ തുണി കഴുകുന്നതും ഏകദേശം ഒരേ കൂട്ടൊക്കെ തന്നെ അല്ലേ? കുറേ തവണ ആയി കഴിയുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് നമ്മുടെ പുതിയ ഉടുപ്പ് എന്തായാലും പഴയതായിട്ട് മാറും, കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ചീത്തയാവും അല്ലേ? ആദ്യത്തെ കളറൊക്കെ നഷ്ടപ്പെടും. ശരിയല്ലേ? തുണി ആകെ ചീത്തയാവും. ഓക്കെ, യെസ്. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനകത്ത് വരുന്നതാണ് ടിയർ ആൻഡ് വിയർ. പുതിയ സാധനങ്ങൾ തേയ്മാനം സംഭവിക്കും. ഒരു എഞ്ചിൻ, നമ്മളൊരു വണ്ടി മേടിച്ച് ആ വണ്ടിക്കകത്ത് എഞ്ചിൻ എല്ലാം ഇപ്പോഴും പുതുതായിട്ടിരിക്കില്ല. ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? അതിൻ്റെ എഫിഷ്യൻസി കുറയും.
ഓക്കെ അല്ലേ? ഒരു വണ്ടിയുടെ ടയർ നോക്കുക, ടയർ പുതുതായിട്ടിരിക്കുന്നു ഇല്ല, കാര്യം എന്താ? ഫ്രിക്ഷൻ ഉണ്ട് അവിടെ അല്ലെ? റോഡുമായിട്ട് കോൺടാക്ട് വരുന്ന പോർഷനാണ് ടയർ. അത് ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും? തേഞ്ഞ് അത് ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ ഫ്രിക്ഷൻ കൊണ്ട്. പിടി കിട്ടിയോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്? ഫ്രിക്ഷൻ വരിക. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചാട്ടെ. പ്രധാനമായിട്ടും ഫ്രിക്ഷൻ നമുക്ക് 2 ടൈപ്പാണുള്ളത്. ശ്രദ്ധിച്ചോണേ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ കേസിലല്ലാതെ സോളിഡ്സിന്റെ കേസിൽ വരുന്ന ഫ്രിക്ഷൻ ഉണ്ട്. നോക്കാം നമുക്ക്. യെസ്, നോക്കാം. ഫ്രിക്ഷൻ ഈസ് ജനറലി ഡിവൈഡ് ടു 2 മെയിൻ കാറ്റഗറീസ്. ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ആര്? ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആർക്ക് വരും? ലിക്വിഡും ഗ്യാസും വരും കേട്ടോ. ലിക്വിഡും ഗ്യാസും വരുന്നതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ലിക്വിഡും ഗ്യാസും വരും കേട്ടോ. ലിക്വിഡും ഗ്യാസും വരും. ഓക്കെ. അല്ലാണ്ട് എക്സ്റ്റേണൽ പറയുമ്പോൾ സോളിഡ് സർഫസ് ആണ്. സോളിഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ടയറും റോഡും തമ്മിൽ വരുന്ന ഫ്രിക്ഷൻ ശരിയല്ല? എക്സ്റ്റേണൽ യെസ് ഫ്രിക്ഷൻ ആണ്. യെസ്, നമ്മൾ ലോസ് ഓഫ് മോഷനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ എക്സ്റ്റേണൽ ഫ്രിക്ഷൻ ആണ്. സോളിഡ്സിന്റെ കേസിലെ ഫ്രിക്ഷൻ ആണ്. ഫ്ലൂയിഡിന്റെ ഫ്രിക്ഷൻ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, ക്ലിയർ. ശ്രദ്ധിച്ചാണേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? വാക്കിനകത്തുണ്ട് സ്റ്റാറ്റിക്. ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണ്. ആ വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്, ശരിയല്ലേ? ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ആ വസ്തുവിനെ ഒപ്പോസ് ചെയ്യും, അനങ്ങുന്നില്ല, സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കുക. അപ്പൊ നോക്കിയേ, ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണ്. ആ വസ്തു റെസ്റ്റിലിരിക്കുമ്പോൾ അതിനകത്ത് അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലേക്ക്. റെസ്റ്റിലാണ്. ഓക്കെ അല്ലേ? ഞാൻ കുറച്ചുകൂടെ ഫോഴ്സ്, ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് കുറച്ചുകൂടെ കൂട്ടി, അപ്പോഴും ഇത് റെസ്റ്റിലാണ്, അപ്പോഴും ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് അല്ലെ? അങ്ങനെ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൂട്ടി ഒരു ലിമിറ്റ് എത്തും, ഒരു പ്രത്യേക ലിമിറ്റ് എത്തും. ഇപ്പൊ ഞാൻ ആദ്യം 2 ന്യൂട്ടൺ കൊടുത്ത് അനക്കില്ല, 5 ന്യൂട്ടൺ കൊടുത്ത് അനക്കില്ല, 10 ന്യൂട്ടൺ കൊടുത്ത് അനക്കില്ല. ഒരു 12 ന്യൂട്ടൺ ആയപ്പോൾ എന്തായി? ഇയാൾ അനങ്ങാൻ തുടങ്ങി. അപ്പൊ 12 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് ഇത് ലിമിറ്റ്, ശരിയല്ലേ? ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ 13 ന്യൂട്ടൺ കൊടുത്താൽ ഇയാൾ അനങ്ങും, അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതായത് ഫ്രിക്ഷൻ കൊടുത്ത് ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ശ്രദ്ധിച്ചോണേ, സ്റ്റാറ്റിക് ഫ്രിക്ഷനകത്ത് തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ ലിമിറ്റ് വരെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ആ ലിമിറ്റ് വരെ അയാൾ പിടിച്ചു നിൽക്കും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ അയാൾ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യും? മോഷനിലേക്ക് വരും അല്ലെ? അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. എപ്പോഴാണോ വസ്തു ചലിച്ചു തുടങ്ങുന്ന അന്നേരം ആ ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്, നോക്ക്. ദിസ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കീപ്സ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒരു വസ്തുവിനെ എന്താണ്? റെസ്റ്റ് നിർത്തുന്നതാണ്. റെസ്റ്റിലിരിക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? യെസ്, ഇറ്റ് മസ്റ്റ് ബി ഓവർകം ടു സ്റ്റാർട്ട് മൂവിങ് ആൻ ഒബ്ജക്റ്റ്. ശ്രദ്ധിച്ചോണേ. യെസ്, റെസ്റ്റിലിരിക്കുന്ന വസ്തു, ആ വസ്തു റെസ്റ്റിൽ തന്നെ തുടരുകയാണ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിന്റെ ഏറ്റവും പരമാവധി ആ വസ്തുവിന് പിടിച്ചു നിൽക്കാൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ അതിന് പിടിച്ചു നിർത്താൻ പറ്റുന്ന വാല്യൂനെ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ വസ്തു മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. അതിനെ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? യെസ്, കൈനറ്റിക് ഫ്രിക്ഷൻ ശ്രദ്ധിച്ചോണേ. തിരിച്ചു വരാം. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? വൺസ് ദ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് സ്ലൈഡിങ്ങിനെക്കാളും കുറച്ചുകൂടെ മൂവിങ് ആണ്. ഒബ്ജക്ട് എന്ത് ചെയ്യാണ്? റെസ്റ്റിനകത്ത് നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെയാണ് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? വസ്തു സഞ്ചരിക്കാൻ തുടങ്ങി, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മാറി, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി, വസ്തു സഞ്ചരിക്കാൻ തുടങ്ങി, അതിന് എന്ത് വിളിക്കും? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. കൈനറ്റിക് ഫ്രിക്ഷനകത്ത് തന്നെ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അതുപോലെ റോളിംഗ് ഫ്രിക്ഷൻ. വസ്തു എന്ത് ചെയ്യുക? സ്ലൈഡ് ചെയ്യാണ്. ഒരു വസ്തു നമ്മൾ തെന്നി നീക്കുകയാണ്. അങ്ങനെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വസ്തു മറ്റൊരു സർഫസിന്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? നോക്കി, ഒരു ടേബിളിന്റെ പുറത്തൂടെ ഒരു ബുക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? തെന്നി നീങ്ങാണ്, തെളി നീക്കുകയാണ്. അതെന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ അല്ലേ? എന്നാൽ റോൾ ചെയ്യാണ്, ഉരുണ്ടുരുണ്ട് പോവാണ്, നമ്മളൊരു ബോൾ ഉരുട്ടി വിടുകയാണ്. വെൻ ആൻ ഒബ്ജക്റ്റ് റോൾസ് ഓവർ ദ സർഫസ് ഓഫ് ദ വീൽസ് ഓർ ബോൾ ബിയറിംഗ്, ഒരു ബോൾ നമ്മൾ തറയിലൂടെ ഉരുട്ടി വിടുകയാണ് അല്ലെ? ആ കേസിൽ ഉരുണ്ടുരുണ്ടാണ് പോകുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ ആവുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണേ, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ്ലി വീക്കർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുന്ന കേസിലായിരിക്കും കുറച്ചും കൂടെ ഫ്രിക്ഷൻ കൂടുതൽ വരുന്നത്. റോളിംഗ് ഫ്രിക്ഷനകത്ത് കുറച്ചുകൂടെ എന്താണ്? ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഫ്രിക്ഷൻ എവിടെ കൂടുതൽ? ഇപ്പൊ നമ്മൾ നോക്കി, നമ്മുടെ വാഹനത്തിനകത്ത് സ്ലൈഡ് ചെയ്ത് പോവാ, റോഡിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ നോക്കുക, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അല്ലെ? നമ്മൾ വീല് വെച്ചിട്ടല്ലേ പോന്നെ, റോൾ ചെയ്തല്ലേ പോകുന്നത്, അവിടെ ഫ്രിക്ഷൻ കുറവാണ്. അതാണ് ഐഡിയ. ഓക്കെ, യെസ്. തിരിച്ചു വാ, ശ്രദ്ധിച്ചോണേ. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇക്വേഷൻ നോക്കിക്കോണേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസൻ. വാല്യൂ ശ്രദ്ധിച്ചോണേ. മ്യൂസ് എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഈ മ്യൂസ് എന്ന് പറയുന്നത്. എന്താണ് മ്യൂസ് എന്ന് വെച്ചാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മ്യൂസ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? എന്ന് പറയുന്നത് എന്താണ്? നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ അനുഭവപ്പെടും. നമ്മൾ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കും, വസ്തു അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് നൽകും?
ഫ്രിക്ഷൻ നൽകും. ശരിയല്ലേ? ഈ ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഏത് സർഫസിലാണോ ഇരിക്കുന്ന ആ സർഫസിന് പക്ക പെർപെൻഡിക്കുലർ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലെന്ന് വിചാരിക്കണേ, സെറ്റാണെന്ന് വിചാരിക്കണം, ഓക്കെ ആണെന്ന് വിചാരിക്കും. അടുത്ത് നോക്കിക്കണേ, ബാങ്കിങ് ഓഫ് റോഡ്. ശ്രദ്ധിച്ചോണേ, ഇതും പ്രധാനപ്പെട്ടതാണ്. അതായത് നാളെ ഒരു സർക്കുലർ റോഡിന്റെ കാര്യം ആലോചിക്കുക. സർക്കുലർ റോഡ് ഓക്കെ, ഒറ്റ നിരപ്പിലുള്ള സർക്കുലർ റോഡ്. ഇവിടെ ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കാറിനെ ഈ റോഡിൽ നിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ഈ കാറിനെ ഈ റോഡിൽ പിടിച്ചു നിർത്തുന്നത്. ശരിയല്ലേ? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഇയാൾ ഈ കാറിനകത്ത് തെറിച്ച് വെളിയിലോട്ട് പോകും. ഓക്കെ ആണോ? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷൻ കാരണമാണ് ആരിവിടെ പിടിച്ചു നിൽക്കുന്നത്? ഈ കാർ ഈ റോഡിൽ പിടിച്ചു നിൽക്കുന്നത്, ഈ സർക്കുലർ ട്രാക്കിൽ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പുറത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? ആണ്. ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇയാൾ അവിടെ ഉറച്ചു നിൽക്കും. ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പുറത്തേക്ക് പോവാം. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇയാൾ ഇതിനകത്തേക്ക് വീഴാം, സെന്ററിലേക്ക് വീഴാം. ഇങ്ങനെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചോണേ. യെസ്, അപ്പൊ അത് ബോധ്യപ്പെട്ട്. ഇനി നോക്കിയേ, ഇതേ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാർ, നേരെ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാറാണേ. കാർ വരയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. കാർ വരയ്ക്കുകയാണേ, നിങ്ങളുടെ നേരെ വരുന്നതായിട്ടാണേ. നമ്മുടെ നേരെ കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാറിനകത്ത് സ്വാഭാവികമായിട്ട് ആരുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട് ഈ സർഫസിൽ. അതായത് ഈ റോഡുമായിട്ട് കോൺടാക്ട് വരുന്ന വീലുകളിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഇത് കൂടാതെ ഈ സർഫസിന് നേരെ മേലോട്ട് ആരുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾക്കറിയാം, നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ ഇതേ കാർ ശ്രദ്ധിച്ചോണേ, ഇതേ കാർ ഒരു ചരിഞ്ഞ പ്രതലത്തോടെയാണ് പോകുന്നതെന്നിരിക്കും. ചരിഞ്ഞ പ്രതലം, അതായത് നേരെ നിന്നിരുന്ന ഈ സ്ഥലം, ഈ റോഡിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഉയർത്തുകയാണ്. ഈ നിന്ന സ്ഥലത്ത് നിന്ന് റോഡിന് നമ്മൾ എന്ത് ചെയ്ത് കുറച്ചുകൂടെ ഉയർത്തിയിട്ട് ചരിഞ്ഞ് പണിയുക. നേരെ നിന്നിരുന്ന, ശ്രദ്ധിച്ചാണ്, ഈ റോഡ് നേരെയായിരുന്നു, ആ റോഡിനെ കുറച്ചുകൂടെ ചരിച്ച് പണിയാണ്. മനസ്സിലായോ? നേരെ നിന്നിരുന്ന റോഡിനെ നമ്മൾ ചരിച്ച് പണിയാണ് ഇതുപോലൊരു സ്ഥലത്ത്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ശ്രദ്ധിച്ചോണേ, കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മോഷൻ. അതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിന് വിളിക്കുന്ന പേര് ബാങ്കിങ് ഓഫ് റോഡ് എന്നാണ് വിളിക്കുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്. എന്താണ്? ബാങ്കിങ് ഓഫ് റോഡ്. ശ്രദ്ധിച്ചോണേ, ബാങ്കിങ് ഓഫ് റോഡ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വയനാട് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചുരങ്ങളൊക്കെ ഇല്ലേ, എസ് വളവുകളൊക്കെ ഇല്ലേ, പിന്നുകളില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ നമ്മുടെ റോഡ് നേരെയല്ല, നിരപ്പിലല്ല പണിഞ്ഞിരിക്കുന്നത്, ചരിച്ചാണ്. ഇങ്ങനെ പറഞ്ഞു, നേരെ ഇരിക്കുന്ന റോഡിനെ അല്ലെ ഒരു സൈഡ് ഒരു എൻഡ് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഉയർത്തി പണി. അതിന് വേണ്ടിയിട്ടാ നമ്മുടെ വാഹനത്തിന് അവിടെ പിടിച്ചു നിൽക്കാനും വേണം, അതിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും പറ്റിയും വേണം. മനസ്സിലായോ? അതായത് വാഹനം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫ്രിക്ഷൻ കാരണം തേയ്മാനം ഒക്കെ സംഭവിക്കും. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് മൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, യെസ്, നോ. ബാങ്കിങ് ഓഫ് റോഡ്സ് refers to the practice of tilting the surface of a curve at an angle to the horizontal. This is done to provide necessary centripetal force required for a vehicle to take a sharp turn safely at higher speeds without relying solely on friction. ഫ്രിക്ഷനകത്ത് ഡിപ്പെൻഡ് ചെയ്യാതെ ഈസി ആയിട്ട് അല്ലെ, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യണം? ഇയാൾക്ക് ഒരു ടേണിങ് എടുക്കാൻ പറ്റണം, എന്നാൽ സ്ലിപ്പായി പോവുകയും ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ എഞ്ചിനീയർമാര് നമ്മുടെ റോഡ് നിർമ്മിക്കുന്നതിനാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്, ബാംഗ്ലൂർ റോഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ. യെസ്, ഇങ്ങനെയുള്ള റോഡിൽ ശ്രദ്ധിച്ചോണേ, സഞ്ചരിക്കുമ്പോൾ രണ്ട് സ്പീഡ് പഠിച്ചു വെച്ചോണം. ഒന്ന് ഒപ്റ്റിമം സ്പീഡ്. ശ്രദ്ധിച്ചോണം, ഒപ്റ്റിമം സ്പീഡ്. ശ്രദ്ധിച്ചോണേ, ഒപ്റ്റിമം സ്പീഡ് എന്താന്ന് പറയാ? ദ സ്പീഡ് അറ്റ് വിച്ച് ദെയർ ഈസ് സീറോ വിയർ ആൻഡ് ടിയർ. അതായത് ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നില്ല, ഫ്രിക്ഷൻ സീറോ ആണ്. ഫ്രിക്ഷൻ സീറോ ആയിട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം സ്പീഡാണ് ഈ കാണുന്ന ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോ ഫ്രിക്ഷൻ നീഡ്, അപ്പോൾ ഫ്രിക്ഷന്റെ ആവശ്യമില്ല. ശ്രദ്ധിച്ചോണേ, ദ ഒപ്റ്റിമം സ്പീഡ് വി ഒ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചോണം. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇതെന്താണ്? ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ്. അതായത് ഒരു സർക്കിളിന്റെ ഭാഗമായിട്ടുള്ള പോർഷൻ ആണ് ഈ വരുന്നത്, അതിന്റെ റേഡിയസ് ആയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. റേഡിയസ്. ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിങ് ആംഗിൾ ആണ്, ടാൻ തീറ്റ. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണ്. നോക്കി, ഇതിന് സ്ക്വയർ അടിക്കുകയാണ്, അപ്പൊ എന്ത് കിട്ടും? വി ഒ സ്ക്വയർ എന്ന് പറയുന്നത് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? കിട്ടുമോ? കിട്ടും. ഇനി ഒന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമോ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറഞ്ഞേ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി കിട്ടും. ഇവിടുന്ന് തീറ്റ കണ്ടുപിടിച്ചുകൂടായ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി. കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ആംഗിൾ അല്ലെ, ആംഗിൾ ഓഫ് ബാങ്കിങ്. എത്രത്തോളം ചരിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ആംഗിൾ വരുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു റോഡിൽ സഞ്ചരിക്കുന്ന വാഹനം ഫ്രിക്ഷൻ ഇല്ലാതെ സഞ്ചരിക്കുമ്പോൾ അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം സ്പീഡിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നോക്കി വെച്ചോണം. വിഒ അല്ലെ, ഒപ്റ്റിമം സ്പീഡ് വിഒ എന്താണ്? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ അല്ലേ? യെസ്.
ഇതുവരെ കണ്ടിട്ട് വരാം. ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ടു ഫൈൻഡ് റിക്വയർഡ് ആംഗിൾ ഫോർ ദ സ്പെസിഫിക് സ്പീഡ് ആൻഡ് റേഡിയസ് θ = tan ഇൻവേഴ്സ് v²/rg. ഇതിന്റെ എക്സ്പ്രഷൻ ആണ് തൊട്ട് മുന്നേ എഴുതിയത്, നിങ്ങൾ കണ്ടു കാണും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നതാണ്. θ = tan ഇൻവേഴ്സ് v²/rg. ഓക്കെ അല്ലേ? യെസ്. ഇനി അതുപോലെ നോക്കിക്കോണം, മാക്സിമം സേഫ് ആയിട്ട് സഞ്ചരിക്കാൻ വരുന്ന ഏറ്റവും മാക്സിമം സ്പീഡാണ്. ഇവിടെ നമ്മൾ ഫ്രിക്ഷനെയും കൂടെ പരിഗണിച്ചിട്ടാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചോണേ. ഇൻ ദ റിയൽ വേൾഡ് ഫ്രിക്ഷൻ ആൾസോ ഹെൽപ്സ്. നോക്കിക്കോണേ, മാക്സിമം സ്പീഡ് എ കാർ ക്യാൻ ടേക്ക് വിത്തൗട്ട് സ്കിഡിങ് അപ്പ് ദ ബാങ്ക് √(rg). യെസ്, ശ്രദ്ധിച്ചോണേ. യെസ്, ഇൻറ്റു μ + tan θ / 1 - μ tan θ. നിങ്ങളും ശ്രദ്ധിച്ചേ, ഈ കാണുന്ന ഇക്വേഷൻ അത് μ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രിക്ഷൻ. അത് 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? അത് 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ഇട്ട ഇക്വേഷൻ കിട്ടും അല്ലെ? v √(rg) tan θ എന്ന് കിട്ടും. ആ ഇക്വേഷൻ കിട്ടുന്നത്, അതായത് ഫ്രിക്ഷൻ 0 ആകുമ്പോൾ ഇക്വേഷൻ ആണ് √(rg tan θ). ഫ്രിക്ഷൻ ഉള്ള സമയത്തുള്ള ഇക്വേഷൻ ആണ് എന്താണ്? √(rg) ഇൻറ്റു μ + tan θ / 1 - μ tan θ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേതാ, ഇതിനകത്ത് 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? rg ഇൻറ്റു tan θ. ഓക്കെ, ഡിവൈഡ് ബൈ 1 - μ. മ്യൂനകത്ത് 0 ഇട്ട് കൊടുത്താൽ ഇട്ട മൊത്തത്തിലും പോയില്ലേ അല്ലെ? tan θ / 1 എന്താണ്? tan θ. അതാണ് v √rg tan θ. ക്ലിയർ ആണോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ. യെസ്, നോക്കിക്കോ, എന്താണ് ഇതിന്റെ ഗുണം? അതായത് നമ്മുടെ ബാങ്കിങ് ഓഫ് ഫ്ലൂയിഡ് കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് സ്കിഡിങ് ഓർ ഓവർ ടേണിങ്. സ്കിഡായി പോവാം, അതായത് വാഹനം തെറിച്ച് വെള്ളിലോട്ട് പോകാതിരിക്കാനുള്ള സാധ്യത അല്ലെ? ഇതിനകത്ത് പുറത്തേക്ക് തെറിച്ച് വെള്ളിലോട്ട് പോകരുത്. ഓക്കെ അല്ലേ? യെസ്. ഹയർ സ്പീഡാണ്, അലോസ് വെഹിക്കിൾ ടു മെയിൻറ്റെയിൻ ഹയർ സ്പീഡ് ഡ്യൂറിങ് ടേൺസ് അല്ലെ? വളവിന്റെ സമയത്താണെങ്കിൽ പോലും ഹയർ ടേൺസിൽ എന്ത് ചെയ്യും? വാഹനത്തിന് പോകാനാണ് നമ്മൾ ബാങ്ക് ചെയ്ത റൂട്ടുകൾ പണിയുന്നത്. നമുക്ക് ടയർ ലോങ് റെഡ്യൂസസ് ലാറ്റർ പ്രഷർ ആൻഡ് ഫ്രിക്ഷൻ റിലേറ്റഡ് വിയർ ടയർസ് അല്ലെ? വിയറും ടയറും കുറയ്ക്കുക, ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ടയറിന് കൂടുതൽ നാളും നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോണേ. നോക്കാം, ഇനി നോക്കിക്കോണേ, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോ. വെൻ എ കാർ ടേൺസ് ഓൺ എ ഫ്ലാറ്റ് റോഡ് ഓൺലി ഫോഴ്സ് പ്രൊവൈഡിങ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫ്രിക്ഷൻ. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡ് നേരെ നമ്മൾ കണ്ടു, നേരെയുള്ള റോഡിൽ പോകുന്ന സമയത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആയ ഫ്രിക്ഷൻ മാത്രമാണ് അവിടെ വരുന്നത് അല്ലേ? ശരിയല്ലേ? ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം എന്താ? സാഹചര്യം മാറും. എപ്പോഴൊക്കെയാ? വെതർ മാറുമ്പോൾ അല്ലെ? മഴയാണ്, ഐസ് ഫോം ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കേസിനകത്ത് ഫ്രിക്ഷൻ കുറവായിരിക്കും. ശരിയല്ലേ? ആ സമയം നമ്മൾ വളരെ വേഗത്തിൽ പോയിട്ട് വളയ്ക്കാൻ നോക്കി എന്ത് സ്കിഡായി പോകും. ഓക്കെ, യെസ്. ശ്രദ്ധിച്ചോ, ഇറ്റ് ചേഞ്ചസ് വിത്ത് വെതർ ആണ്, റെയിൻ, ഐസ് എക്സെട്ര. ഓക്കെ അല്ലേ? യെസ്, ഇറ്റ് കോസസ് സിഗ്നിഫിക്കന്റ് വിയർ ആൻഡ് ടിയർ ഇൻ ടയർസ് അല്ലേ? ആണോ? ആണ്. നോക്ക്, അവിടെ നോക്ക്. ഇഫ് ദ സ്പീഡ് ഈസ് ടു ഹൈ ഫ്രിക്ഷൻ മെയ് നോട്ട് എനഫ് കോസിങ് ദ കാർ ടു സ്കിഡ് ഔട്ട്വേർഡ്. അപ്പൊ നോക്കിയേ, സ്പീഡ് ഭയങ്കര കൂടുതലാണ് അവിടെ. നോക്കിക്കോണം, ശ്രദ്ധിക്കണം, സർക്കുലർ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കുന്നേ അല്ലെ? പക്ഷെ എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ, സെൻട്രിപെറ്റൽ ഫോഴ്സിൽ ഇയാൾ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് അല്ലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? സ്കിഡിങ് നടക്കാം. ശരിയല്ലേ? ഫ്രിക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ടയറിന് തേയ്മാനം സംഭവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്ക്ഡ് റോഡ് ഉപയോഗിക്കുന്നത്. ബാങ്ക്ഡ് റോഡിന്റെ അഡ്വാൻറ്റേജ് ആണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്? റിസ്ക് ഓഫ് സ്കിഡിങ് അല്ലെങ്കിൽ ഓവർ ടേണിങ് ഒഴിവാക്കും, ഹയർ സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ശരിയല്ലേ? ആണോ? ഒരുപാട് സ്ലോ ആവേണ്ടി വരുന്നില്ല. യെസ്, ടിയർ ആൻഡ് വിയർ എന്ന് പറയുന്നത് കുറയ്ക്കും. ഓക്കെ അല്ലേ? യെസ്, പ്രശ്നമില്ലെന്ന് വിചാരിക്കും. ശരി, ഇതുവരെ പഠിച്ച ടോപ്പിക്കിനകത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. അപ്പോരെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇനേർഷ്യ ഡിപ്പെൻഡ് സോൾലി അപ്പോൺ. ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. നോക്കാം, ഓപ്ഷൻസ് നോക്കിയോ. ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണോ? അല്ല. ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണോ? അല്ല. ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതാണ്. ശരിയല്ലേ? ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് അല്ല. സോ ആൻസർ കിട്ടി. ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശ്രദ്ധിച്ചോണേ ക്വസ്റ്റ്യൻ. ഇഫ് യു സ്ലൈഡ് എ ഹോക്കി പക്ക് അക്രോസ് എ ഫ്രിക്ഷൻലെസ് എൻഡ്ലെസ് ഐസ് റിംഗ് ഇറ്റ് വിൽ ഇവഞ്ച്വലി. ശ്രദ്ധിച്ചോണേ, ഹോക്കി പക്കാണ്, ഫ്രിക്ഷൻലെസ് എൻഡ്ലെസ് ഐസ് റിംഗ് ആണ്. ഫ്രിക്ഷൻ ഇല്ല അല്ലെ? എൻഡ്ലെസ് ആയിട്ട് കിടക്കാണ്. ആ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണോ? സ്ലൈഡ് ചെയ്യാണ് ഹോക്കി പക്ക്. ശ്രദ്ധിച്ചോണേ, അതെങ്ങനെയായിരിക്കും? അത് മോഷനിലായിരിക്കും, മൂവ് ചെയ്യുമായിരിക്കും. ശരിയാണോ? ആണ്. അതിന് ഒപ്പോസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് ആണ്, നീണ്ടം കിടക്കുക. അപ്പൊ നോക്കി, ഒരു വസ്തു ചലിച്ചോണ്ടിരിക്കുക. ഏതവസ്ഥയിലുള്ളത്? ചലനാവസ്ഥയില്ല. ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്ന വസ്തു അതിന്റെ എന്താണ് അവസ്ഥ? അത് തുടരല്ലേ? അതായത് റെസ്റ്റിൽ ഇരിക്കുന്ന വസ്തു റെസ്റ്റിൽ ഇരിക്കും, മോശത്തിലിരിക്കുന്ന വസ്തു മോശം തുടരും. എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്തായിരിക്കും? അത് തുറന്നുകൊണ്ടേ ഇരിക്കല്ലേ അതിന്റെ ചലനം. നോക്കാം. സ്റ്റോപ്പ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് അല്ല. സ്ലോ ഡൗൺ ഗ്രാജുവലി അല്ല. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നേ സ്ലോ ഡൗൺ ഗ്രാജുവലി ആയിരുന്നു. ഓക്കെ, യെസ്. നമുക്ക് കണ്ടിന്യൂ മൂവിങ് അറ്റ് ദ സെയിം സ്പീഡ് ഫോർ അവർ. അതാണ് ശരി. സ്പീഡ് ഓഫ് എന്നുള്ളതല്ല, ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ തുടരും. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നോക്കാം, ചോദ്യം വായിക്കാം.
An object moving with a constant velocity in a straight line has a net force of. Okay, ഒരു വസ്തു, ആ വസ്തു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ട്രേറ്റ് ലൈൻ മോഷനിലാണ്. അപ്പൊ അതിനകത്ത് ഫോഴ്സ് വല്ലതും വേണോ? നെറ്റ് ഫോഴ്സ് വേണ്ട അല്ലെ? എന്താണ് അവസ്ഥ? ആ അവസ്ഥയിൽ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതിന് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും വേണ്ട. സോ an object moving with constant velocity in a straight line has a net force of. നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻഫിനിറ്റ് ഒന്നും അല്ല, 0. അവിടെ ഫോഴ്സ് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തന്നെ തുടരും, മോഷനിലിരിക്കുന്ന വസ്തു മോഷനിൽ തുടരും. ഇവിടെ മോഷനിലാണ്, അത് അതിന്റെ അവസ്ഥയിൽ തുടർന്നോളും. ഓക്കെ, ചോദ്യം വായിക്കുക. എ പാസഞ്ചർ ഇൻ എ മൂവിംഗ് കാർ. ശ്രദ്ധിക്കണേ, ഒരു പാസഞ്ചർ ഉണ്ട്. എവിടെയുള്ളത്? ഇൻ എ മൂവിംഗ് കാർ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിലാണ്. ലീൻസ് ഫോർവേഡ്, ശ്രദ്ധിച്ചോണെ, മുന്നിലോട്ടാവുന്നു. വെൻ ദ ബ്രേക്സ് ആർ സഡൻലി അപ്ലൈഡ്. ശ്രദ്ധിക്കണം, മോഷനിൽ ഇരിക്കുന്ന വസ്തു മോഷനെ തുടരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ശരിയല്ലേ? ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ്. എന്താ ഇതിന് കാരണം? പറ. ഇനേർഷ്യ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനേർഷ്യക്കകത്ത് ഏതാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ? അല്ല, മോഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. മോഷനിൽ ഇരിക്കുന്ന വസ്തു മോഷൻ തുടരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ അല്ലേ? ഗ്രാവിറ്റി, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഒന്നും അല്ല. എന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പൊ നോക്കിയ, റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തുടരും, മോഷനിലിരിക്കുന്ന വസ്തു മോഷൻ തുടരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ശ്രദ്ധിച്ചേ. when a bus suddenly starts moving, ശ്രദ്ധിച്ചോണേ, അത്ര നേരം ഏത് അവസ്ഥയിലായിരുന്നു? ബസ് റെസ്റ്റിലായിരുന്നു. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന വസ്തു എങ്ങനെ തുടരണം? റെസ്റ്റിൽ തുടരണം. ഓക്കെ അല്ലേ? യെസ്. ദ പാസഞ്ചേഴ്സ് ലീൻ ബാക്ക്വേർഡ്സ്. അത്ര നേരം ആ ബസ്സിനകത്ത് റെസ്റ്റിലിരുന്ന പാസഞ്ചേഴ്സ് എന്താണ്? ബാക്കിലേക്ക് ആവുന്നു. അത്ര നേരം എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി, പാസഞ്ചേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ടെൻഡൻസി ഏതാ? റെസ്റ്റ് തുടരാനുള്ള ടെൻഡൻസിയാണ്. അതിന്റെ ഭാഗമായിട്ട് പാസഞ്ചേഴ്സ് ലീൻ ബാക്ക്വേർഡ്സ് ആണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തുടരുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഒന്നുമല്ല, ന്യൂട്ടൺ സെക്കൻഡിൽ ഒന്നുമല്ല. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തുടരുന്നത്. ശ്രദ്ധിക്കണേ. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് 0, ദ ഒബ്ജക്റ്റ്. ശ്രദ്ധിച്ചോണേ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. ആ ഒബ്ജക്റ്റ് എന്താണ് അവസ്ഥ? ആ അവസ്ഥയെ തുടരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? മസ്റ്റ് ബി അറ്റ് റെസ്റ്റ്. മസ്റ്റ് ബി അറ്റ് റെസ്റ്റ് എന്ന് നമുക്ക് പറയാം, ശരിയാണ്. മസ്റ്റ് ബി മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ, തെറ്റ്. വിൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് കറന്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, അത് കറക്റ്റ് ആണ്. വിൽ ഇമ്മീഡിയറ്റ്ലി കം ടു സ്റ്റോപ്പ്. ശ്രദ്ധിക്കണേ. അപ്പൊ അതല്ല. ശ്രദ്ധിച്ചു, ഇവിടെ രണ്ട് സാധ്യതകളുള്ളത്. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് 0, ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കാം? ആ ഒബ്ജക്റ്റ് എന്താണോ അതിന്റെ അവസ്ഥ, ആ അവസ്ഥയെ തുടർന്നുള്ളതല്ലേ കറക്റ്റ്. വിൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് കറന്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, അല്ലെ? മോഷൻ ഏത് അവസ്ഥയിലാണുള്ളത് അതവിടെ. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തുടരും, മോഷനിലാണെങ്കിൽ മോഷൻ തുടരും. അപ്പം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? വിൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് കറന്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും തുടരുക. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ, നോക്കാം. Which physical quantity is a measure of an object's inertia? ഇനേർഷ്യയുടെ മെഷർ എന്താണെന്നാണ് നോക്കിയേ. ഓപ്ഷൻസ് നോക്കിയ. വോളിയം അല്ല, വെയിറ്റ് അല്ല, ഡെൻസിറ്റി അല്ല, മാസ് ആണ്. മാസ് ആണ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ എടുക്കാണ്, ട്രെയിൻ ഇനേർഷ്യ കൂടുതലാണ്. നമ്മൾ ആന എടുക്കാണ്, ആനയ്ക്ക് ഇനേർഷ്യ കൂടുതലാണ്. ശരിയല്ലേ? ആന, എലിഫന്റ്, ട്രെയിൻ എടുക്കുകയാണ്. നമ്മളൊരു വലിയ റോക്ക് എടുക്കുകയാണ്, ആ റോക്കിനെ സംബന്ധിച്ച് ഇനേർഷ്യ കൂടുതലാണ്. എന്നാൽ ചെറിയൊരു ഉറുമ്പിനെ എടുക്കുകയാണ്, ആന്റിനെ എടുക്കുകയാണ്, അതിന് ഇനേർഷ്യ കുറവാണ്, മാസ് കുറവാണ്. അപ്പൊ മാസ് കുറയുമ്പോൾ ഇനേർഷ്യ കുറയും, മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ശ്രദ്ധിച്ചോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് ഓൾസോ ഫ്രീക്വന്റ്ലി റെഫേർഡ് ടു അസ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നതാണ് നിങ്ങൾക്ക് അറിയാവോ? അറിയാം. എന്താണത്? യെസ്, ലോ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യയുടെ ലോ ആണ്, ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത് കേട്ടോ. ബാക്കിയൊന്നുമല്ല. ലോ ഓഫ് ഫോഴ്സ് അല്ല, ലോ ഓഫ് ആക്ഷൻ അല്ല, ലോ ഓഫ് ഗ്രാവിറ്റി അല്ല, ലോ ഓഫ് ഇനേർഷ്യ ആണ്. അല്ലെ? ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഈസ് ഇനേർഷ്യ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം വായിച്ചോ. ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്ട് ടു റെസിസ്റ്റ് a change in its state of rest or motion, അല്ലെ? റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തന്നെ തുടരും, മോഷനിലിരിക്കുന്ന വസ്തു മോഷനെ തുടരും. ഈ അതിന്റെ അവസ്ഥ മാറ്റാൻ അതിന് താല്പര്യമില്ല, അത് റെസിസ്റ്റ് ചെയ്യാണ്. ഏത് അവസ്ഥയിലാണോ അവസ്ഥയെ തുടരുക എന്നുള്ളതാണ്. വേറെ അവസ്ഥയിലോട്ട് മാറാൻ ഇഷ്ടമല്ല. അതിന് എന്താ വിളിക്കുന്നത്? നോക്ക്, ഓപ്ഷൻസ് നോക്കൂ. ഫോഴ്സ് എന്നാണോ? അല്ല. വെലോസിറ്റി എന്നാണോ? അല്ല. ഇനേർഷ്യ എന്നാണോ? ഇനേർഷ്യ എന്നാണോ? ആക്സലറേഷൻ ആണോ? അല്ല. ആൻസർ ഇനേർഷ്യ എല്ലാവർക്കും അറിയാം. ശ്രദ്ധിച്ച് നോക്കിക്കോ. എ ബോഡി അറ്റ് റെസ്റ്റ്, ഓക്കെ, വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റ് തുടരും. ആൻഡ് എ ബോഡി ഇൻ മോഷൻ വിൽ കണ്ടിന്യൂ മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി. അത് നമുക്കറിയാം. അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നവരെ എന്താണ് അതിന്റെ അവസ്ഥ, അതിന് തുടരും. ശരിയല്ലേ? ഇതിനെ എന്താ വിളിക്കുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഒരു സംശയമില്ല. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്നാ വിളിക്കുന്നത്? റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിൽ തുടരും, മോഷനിലിരിക്കുന്ന വസ്തു മോഷൻ തുടരും. ശരിയല്ലേ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നത് വരെ എന്നെ വിളിക്കുന്ന പേര് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അതേ ഉള്ളൂ. ക്ലിയർ? ഈസിയാണ്, പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റാണ്? യെസ്.
നോക്കിയാട്ടെ, വെൻ നോ എക്സ്റ്റേണൽ നോ ഫോഴ്സ് ആക്ട്സ് ഓൺ എ മൂവിങ് ബോഡി. ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്തായിരിക്കും ശ്രദ്ധിച്ചോണേ. നെറ്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ആക്സലറേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. വേറെ കാര്യമൊന്നുമില്ല, സീറോ ആക്സലറേഷൻ ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ എന്തായിരിക്കും? യെസ്, സീറോ ആക്സലറേഷൻ ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഇല്ല. അത് എങ്ങനെ ആലോചിച്ചാൽ മതി അതിന്റെ കാര്യം? ഓക്കെ, ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അപ്പൊ ആലോചിച്ചാൽ മതി ആ വസ്തു മോഷനിലാണ്, മോഷൻ തുറന്നുകൊണ്ടേയിരിക്കുക, അതിന് ഫോഴ്സിന്റെ സഹായം ഇല്ല അല്ലെ? എന്താണോ അതിന്റെ വെലോസിറ്റി, ആ വെലോസിറ്റി തന്നെ തുടരുക. വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല, ആക്സലറേഷൻ ഉണ്ടാവുന്നില്ല. വാട്ട് ഈസ് ഫോഴ്സ് റിക്വയർഡ് ടു ആക്സലറേറ്റ് എ 2 kilogram മാസ് അറ്റ് 5 meter/s²? ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്കറിയാലോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F = ma ആണ്. മാസ് തന്നിട്ടുണ്ടോണ്ട് എത്ര? 2. ആക്സലറേഷൻ എത്ര? 5 meter/s² അല്ലെ? 5 meter/s² ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 എന്ന് കിട്ടും. 10 Newton. ആൻസർ കിട്ടി, 10 Newton ആണ്. ശ്രദ്ധിച്ചോണേ, വാട്ട് ഈസ് ദ ഫോഴ്സ്? ഫോഴ്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ഈസി, 10 Newton ആണ് ആൻസർ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടേ? യെസ്. ക്വസ്റ്റ്യൻ വായിച്ചോ. എ കോൺസ്റ്റന്റ് നെറ്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ ആൻ ഒബ്ജക്ട്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഒരു വസ്തുവിനകത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദ ഒബ്ജക്ട് വിൽ മൂവ് വിത്ത്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ശ്രദ്ധിച്ചോണേ, കോൺസ്റ്റന്റ് നെറ്റ് ഫോഴ്സ് ആണ്. യെസ്, നോക്കാം. കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് ആക്സലറേഷൻ, വേരിയബിൾ ആക്സലറേഷൻ, കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സർക്കിൾ. ശ്രദ്ധിച്ചോണേ, ഇവിടെ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ് ഉത്തരം വരുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി വരില്ല, വേരിയബിൾ ആക്സലറേഷൻ വരില്ല, കോൺസ്റ്റന്റ് സ്പീഡിനെ സർക്കിളും വരില്ല. കാര്യം എന്താ? ഇവിടെ ഫോഴ്സ് ഉണ്ട്, അപ്പൊ ആക്സലറേഷൻ ഉണ്ട്. ശരിയല്ലേ? ആണല്ലോ, ആണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, അതുകൊണ്ട് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആയിരിക്കും ഉള്ളത്. ഓക്കെ, യെസ്. ശ്രദ്ധിച്ച, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ന്യൂട്ടൺ സെക്കൻഡ് ലോ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് dp/dt എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? F = ma എന്ന് കിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, F = ma എന്ന് കിട്ടും. ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. F = m × dv/dt. ശരിയല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ശരിയാണോ? യെസ്. എന്താ കിട്ടുന്നത്? F = ma. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഈ പിക്ക് പകരം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഒരു ഫോമിൽ എഴുതാണ്. F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് m എന്ന് എഴുതാറുണ്ട്. നിങ്ങൾക്കറിയാം, m നെ പുറത്തെടുത്താൽ F m × dv/dt. dv/dt എന്ന് വെച്ചാൽ ആക്സലറേഷൻ ആണ്. ഓർക്കണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷൻ ആണ്. ഓക്കെ അല്ലേ? F = ma ആണ് പറഞ്ഞത്. F = ma ആണ് പറഞ്ഞത്. വേറെ ഒന്നുമില്ലല്ലോ. യെസ്. ചോദ്യം വായിച്ചോ. If the force applied to an object is doubled while mass remain constant. ശ്രദ്ധിച്ചോണേ, F = ma എന്ന് പറയുന്നതാണ് എന്ത് പറഞ്ഞിട്ട്? F = ma എന്ന് പറയുന്നതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ആണ്. മാസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. ഫോഴ്സ് എന്തായി? ഡബിളായി. ഫോഴ്സ് ഡബിളായി. ശരിയല്ലേ? ആണല്ലോ, ആണ്. ഫോഴ്സ് ഡബിൾ ആയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഈ ഫോഴ്സ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഉണ്ടായിരുന്ന ഫോഴ്സ്, അതായത് പുതുതായിട്ടുള്ള ഫോഴ്സ്, ഇത് പുതിയ ഫോഴ്സാണ്. ശരിയല്ലേ? പഴയ ഫോഴ്സിന്റെ ഡബിളായി. മനസ്സിലായോ? അതായത് F' എന്ന് പറയുന്നതാണ് നമ്മുടെ പുതിയ ഫോഴ്സ്. ആ പുതിയ ഫോഴ്സ് പഴയ ഫോഴ്സിന്റെ ഡബിളായി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കാണത്തില്ലയോ? എന്തായിരിക്കും? മാസിന് വ്യത്യാസമൊന്നുമില്ല, ആക്സലറേഷൻ എന്തായി കാണും? ഡബിളായി കാണും. ശരിയല്ലേ? ഇങ്ങനെ വരണമല്ലോ. മനസ്സിലായോ? ക്ലിയർ ആണോ? സംശയമുള്ളവർക്ക് വേണ്ടി ശ്രദ്ധിക്കണേ. നോക്കാം. ചോദ്യത്തിനകത്ത് പറയുന്നത് എന്താ? ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്ട് ഈസ് ഡബിൾഡ്. ഫോഴ്സ്, അതായത് F = ma എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ അല്ലേ? ആ ഫോഴ്സ് എന്തായി? പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പഴയ ഫോഴ്സിന്റെ 2 ഇരട്ടിയാണ്. ഓക്കെ അല്ലേ? ആണ്. ആ പഴയ ഫോഴ്സിനകത്ത് F = ma ആണല്ലോ. ആണ്. പഴയ ഫോഴ്സ് F = ma ആണല്ലോ. ആണ്. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും അല്ലെ ഡബിൾ ആയിട്ട് മാറുക? 2ma ആയിട്ട് മാറുക. എന്താ? മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ആക്സലറേഷൻ ഡബിൾ ആയി. എന്താ സംഭവിച്ചേ? മനസ്സിലായോ? സോ നോക്കിയേ, പുതിയ ഫോഴ്സ് പഴയ ഫോഴ്സിന്റെ 2 ഇരട്ടി ആയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും മാസ് അങ്ങനെ തന്നെ നിന്നു, ആക്സലറേഷൻ 2 ഇരട്ടിയായി. അങ്ങനെയാണ് 2 times ma ആയത്. അതായത് 2 times പഴയ ഫോഴ്സ് ആയിട്ട് മാറി. അതായത് F' എന്ന് പറയുന്നത് 2/5 ഇങ്ങനെയാണ്. സോ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്ന, ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്ട് ഈസ് ഡബിൾഡ് വൈൽ മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവും? ഡബിളായി. ആക്സലറേഷൻ ഡബിളായ വകയിലാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡബിളായിട്ട് മാറിയത്. ഓക്കെ, ശ്രദ്ധിച്ചോ. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, ആക്സലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ശ്രദ്ധിച്ചോ, F = ma ആണ്. സംശയമുണ്ടോ? ഇല്ല.
ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നു എഫ് ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് മാസാണ്, ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, മാസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. സോ മാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ശ്രദ്ധിച്ചോ, ആക്സിലറേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താ വരുന്നത്? മാസ് എന്നാണ് വരുന്നത്. ആക്സിലറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? ആക്സിലറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. നോക്കിയാട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സ്, മാസ് ആൻഡ് ആക്സിലറേഷൻ. എഫ് ഫിസിക്കൽ ഡെമ്മ ആണ്. എഫ് ഫിസിക്കൽ ഡെമ്മ ഏത് ലോ ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എഫ് ഫിസിക്കൽ ഡെമ്മ ആണ്. ഇത് മൂന്നും തമ്മിൽ കണക്ട് ആവുന്ന റിലേഷൻ എഫ് ഫിസിക്കൽ ഡെമ്മ. എഫ് ഫിസിക്കൽ ഡെമ്മ ഇതിനകത്ത് ഏതാ വരുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണോ? അല്ല. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ആണ്. തേർഡ് ലോ അല്ല. കൺസർവേഷൻ ഓഫ് എനർജി അല്ല. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അടുത്തത് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കണം. അറിയാം എല്ലാവർക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി എഫ് ഫിസിക്കൽ ഡെമ്മ ആണ്. അതെല്ലാവർക്കും അറിയാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അറിയാം. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരേണ്ടത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതല്ല. ഓക്കെ, പ്രശ്നമുണ്ടോ? ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നോക്കിയിട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for every action there is an equal and opposite reaction. For every action there is an equal and opposite reaction. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈസിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആൾവേസ് ആക്ട്സ് ഓൺ. ആക്ഷൻ റിയാക്ഷനും നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലെ? തേർഡിൽ പഠിച്ചപ്പോൾ ആക്ഷൻ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ നമ്മൾ കണ്ടു. ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ കണ്ടു. എന്നിട്ട് നമ്മൾ എന്തിട്ടു? മൈനസ് ഇട്ട് കൊടുത്തു, ശരിയല്ലേ? എന്നിട്ട് അതിന്റെ അർത്ഥം എന്താ? ആക്ഷനും റിയാക്ഷനും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു, ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിൽ. ഇതാണ് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ പഠിച്ച കാര്യങ്ങൾ. നോക്കാം. യെസ്, നോക്ക്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആൾവേസ് ആക്ട് ഓൺ സെയിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ്. ടു ഡിഫറെന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരി. ഒബ്ജക്റ്റ് ദാറ്റ് ആർ നോട്ട് ടച്ചിങ് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഓൺലി ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് തെറ്റ്. സോ രണ്ട് വസ്തുക്കളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് ആക്ഷൻ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. നോക്ക്. ഇഫ് എ പ്ലെയർ ഹിറ്റ്സ് എ ബോൾ വിത്ത് ബാറ്റ്, ഒരു പ്ലെയർ ബോളിനെ ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യാണ്. ദ ആക്ഷൻ ഫോഴ്സ് ദ ബാറ്റ് ഹിറ്റിംഗ് ദ ബോൾ, ദ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ശ്രദ്ധിച്ചോണേ. ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാറ്റ് ഹിറ്റിംഗ് ദ ബോൾ ആണ് ആക്ഷൻ. റിയാക്ഷൻ എന്തായിരിക്കും? റിയാക്ഷൻ ബോൾ ഹിറ്റിംഗ് ദ ബാറ്റ് ആയിരിക്കും. അതേ ഉള്ളൂ അല്ലെ? ബോൾ ഹിറ്റിംഗ് ദ ബാറ്റ് ആയിരിക്കും. തിരിച്ച് ആക്ഷൻ അങ്ങോട്ടുണ്ട്, റിയാക്ഷൻ അങ്ങോട്ട്, ശരിയല്ലേ? ദ പ്ലേയേഴ്സ് ഗ്രിപ്പ് ഓൺ ദ ബാറ്റ്, ദ എയർ റെസിസ്റ്റൻസ് ഓൺ ദ ബോൾ, ദ വെയിറ്റ് ഓഫ് ദ ബോൾ, ഇതൊന്നും അല്ല അല്ലേ? ബാറ്റ് വെച്ച് ബോളിനകത്ത് ഹിറ്റ് ചെയ്യുന്ന ആക്ഷൻ ആണെങ്കിൽ തിരിച്ച് ബോൾ വന്ന് ബാറ്റിനകത്ത് ഹിറ്റ് ചെയ്യുന്ന റിയാക്ഷൻ, കഴിഞ്ഞു, ഈസി. എ ബുക്ക് റെസ്റ്റ് ഓൺ എ ടേബിൾ, ദ ബുക്ക് പുഷസ് ഡൗൺ ഓൺ ദ ടേബിൾ വിത്ത് എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ. അപ്പൊ നോക്കിയേ, ഒരു ടേബിളിന്റെ പുറത്തുനിന്നിട്ട് ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് താഴേക്ക് നൽകുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ഉറപ്പിച്ചു, ശരിയല്ലേ? ദ ടേബിൾ പുഷസ് ബാക്ക് വിത്ത് ദ ഫോഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും. കഴിഞ്ഞില്ലേ? ആണോ? ആണ്. സംശയമുണ്ടോ? ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ആൻസർ എന്താണ്? 10 ന്യൂട്ടൺ. ആക്ഷൻ റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ശരിയല്ലേ? യെസ്. ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. വൈ ഡു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് നോട്ട് ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്? എല്ലാവർക്കും ഉത്തരം അറിയാം. ആക്ഷൻ റിയാക്ഷൻ ക്യാൻസൽ ആവാത്ത എന്തുകൊണ്ടാ? യെസ്, ദേ ആർ നോട്ട് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് തെറ്റാണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാ. ദേ ആക്ട് ഇൻ സെയിം ഡയറക്ഷൻ, അതും തെറ്റാണ്. ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ് എന്നുള്ളത് ശരിയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു. ദേ ഓൺലി ഹാപ്പൻ ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ്, തെറ്റാണ്. ഓക്കെ, നോക്കാം. എ റോക്കറ്റ് മൂവ്സ് അപ്വേർഡ് ഇൻ സ്പേസ് ബൈ പുഷിംഗ് എക്സോസ്റ്റ് ഗ്യാസസ് ഡൗൺവേർഡ്. ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ. ഓക്കെ, റോക്കറ്റ് മുകളിലേക്ക് പോവാണ്. റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഗ്യാസിന് എന്ത് ചെയ്യത്? താഴേക്ക് പുഷ് ചെയ്യും. ആക്ഷൻ താഴേക്ക്, റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? റിയാക്ഷൻ മുകളിലേക്ക്. ആക്ഷൻ റിയാക്ഷൻ ആണ് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ഓക്കെ അല്ലേ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ തെറ്റ്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അല്ല, ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്, ലോ ഓഫ് ഇനർഷ്യ അല്ല. ഈസി. വെൻ യു സ്വിം യു പുഷ് ദ വാട്ടർ ബാക്ക്വേർഡ് അല്ലെ? നമ്മൾ ഒരാൾ നീന്തി പോവാണ് വെള്ളത്തിനകത്തോട്ട്, ഒരാൾ എന്ത് ചെയ്യാണ്? നീന്തി പോവാണ്. അയാൾ നീന്തി പോകുന്ന സമയത്ത് അയാൾ കൈകൾ കൊണ്ട് വെള്ളത്തെ ബാക്കിലോട്ടാക്കും, ശരിയല്ലേ? ദ ഫോഴ്സ് ദാറ്റ് മൂവ്സ് യു ഫോർവേഡ് ഈസ് എക്സൈറ്റഡ് ബൈ. നോക്കി, വെള്ളത്തിന് നമ്മൾ ബാക്കിലോട്ട് ആക്കുമ്പോൾ വെള്ളം നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ആക്ഷൻ എങ്ങോട്ടാ? വെള്ളത്തിൽ കൊടുക്കും. റിയാക്ഷൻ എങ്ങോട്ടാ? വെള്ളം തിരിച്ചു കൊടുക്കും, ശരിയല്ലേ? യെസ്. അപ്പൊ ആ റിയാക്ഷൻ ഫോഴ്സ് ആരാ നൽകുന്നത്? വാട്ടർ ആണ്. ദ ഫോഴ്സ് ദാറ്റ് മൂവ്സ് യു ഫോർവേഡ് ഈസ് എക്സൈറ്റഡ് ബൈ വാട്ടർ. In an action reaction pair, the action force is north. ആക്ഷൻ എന്ന് പറയുന്നത് നോർത്താണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ആക്ഷൻ നോർത്താണ്, അങ്ങനെയാണ്. റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? സൗത്ത് ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈസിയല്ലേ? ഓക്കെ ആണേ? യെസ്. നോക്കാം. എ ഗൺ റീകോയിൽ ചെയ്യുന്നു. വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ്, ദിസ് ഈസ് ബിക്കോസ്. അതിന്റെ കാരണം എന്താ? ഓക്കെ, ആക്ഷൻ ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. നോക്കാം. യെസ്. ദ ബുള്ളറ്റ് പുഷസ് ദ ഗൺ ബാക്ക്വേർഡ്,
The air pushes the gun backward. The gun has no mass. The bullet has more inertia. നിങ്ങൾക്ക് എന്തോ ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ഗൺ റീകോയിൽ ചെയ്യുന്നതിന് കാരണം എന്താണ്? ബുള്ളറ്റ് അങ്ങോട്ട് പോയി ആക്ഷൻ കൊടുത്ത് റിയാക്ഷൻ വേണ്ട. ബുള്ളറ്റ് പുഷസ് ദ ഗൺ ഫോർവേഡ്. ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗണ്ണിന് എന്ത് ചെയ്യും? അത് ബാക്ക്വേർഡ് ആയിട്ട് മാറ്റും. ബുള്ളറ്റ് പുഷസ് ദ ഗൺ ബാക്ക്വേർഡ്. നോക്ക്, എ ഫ്ലൈ ഹിറ്റ്സ് ദ വിൻഡ്ഷീൽഡ് ഓഫ് എ മൂവിംഗ് ട്രക്ക്. ഓക്കെ അല്ലേ? യെസ്. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ട്രക്ക് ഓൺ ദ ഫ്ലൈ. ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള റിയാക്ഷൻ ആണ് വരണ്ടേ? യെസ്. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ഡാഷ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഫ്ലൈ ഓൺ ദ ട്രക്ക്. ആക്ഷൻ കൊടുത്ത എന്താണോ അതിന് തുല്യമായിരിക്കും റിയാക്ഷൻ. ഗ്രേറ്റർ ദാൻ വരില്ല, സ്മോളർ ദാൻ വരില്ല, ഈക്വൽ ടു ആയിരിക്കും വരുന്നത് അല്ലേ? ആക്ഷൻ എന്താണോ അതിന് തുല്യമായിട്ടുള്ളതായിരിക്കും റിയാക്ഷൻ. ആക്ഷൻ റിയാക്ഷൻ യെസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, സീറോ അല്ല. ശ്രദ്ധിച്ചോണേ. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.1 kilogram fired with a velocity of 100 meters per second from a gun of mass 1 kilogram. The recoil velocity of gun is. Okay, the recoil velocity of gun ആണ് കാണേണ്ടത്. വെലോസിറ്റി recoil velocity equation ക്യാപിറ്റൽ V is equal to minus mv divided by capital M. ശരിയാണോ? ആണ്. സംശയമുണ്ടോ? സംശയം വേണ്ട. നോക്കിയാട്ടെ, ശ്രദ്ധിച്ചോ. നോക്ക്, മാസ് ഇട്ട് കൊടുക്കുകയാണ്. ആരുടെയാണ്? ബുള്ളറ്റിന്റെ മാസ് എത്ര? 0.01. മൈനസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. വെലോസിറ്റി എത്ര? വെലോസിറ്റി 100 ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ, ശ്രദ്ധിച്ചോണേ, 1 kilogram ആണ്. യെസ്, മാസ് ഓഫ് ദ ഗണ്ണ്. ഓക്കെ അല്ലേ? ഈ വണ്ണും കട്ടായി പോയി. നേരത്തെ കൂട്ടി 2 0 ഉണ്ട്. 100 ആണ്. 100നെ ഈ 0.1 അല്ലേ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. അതിന്റെ കൂട്ടി മൈനസ് ഉണ്ട്. സോ -1 meter per second എന്നുള്ളതാണ് ആൻസർ വരുന്നത്. -1 meter per second. -1 meter per second. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നെഗറ്റീവ് ആൻസർ വന്നിട്ടുണ്ട്. ശരിയല്ലേ? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ആണ് ആൻസർ വരിക. റീക്വൽ വെലോസിറ്റി നെഗറ്റീവ് ആണ് വരിക. പ്രത്യേകം മനസ്സിലാക്കണം. ആ നെഗറ്റീവിന്റെ മീനിങ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്ക്, ടു റെഡ്യൂസ് ദ റീക്വൽ വെലോസിറ്റി ഓഫ് എ ഗൺ വൺ ഷുഡ്, ശ്രദ്ധിക്കണം, റീക്വൽ വെലോസിറ്റി കുറയ്ക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ V is equal to -mv by capital M. ശ്രദ്ധിച്ചോണേ, റീക്വൽ വെലോസിറ്റി ശ്രദ്ധിച്ചോ. ശ്രദ്ധിച്ചോണേ, മാസ് ആരുടെ കൂടുകയാണ്? മാസ് ആരുടെ കൂടുകയാണ്? ബുള്ളറ്റിന്റെ മാസ് കൂടുകയാണ് അല്ലെ? ബുള്ളറ്റിന്റെ മാസ് കൂടുകയാണ്. അങ്ങനെയാണ് റീക്വൽ വെലോസിറ്റി വാല്യൂ കൂടും. വെലോസിറ്റി കൂടുകയാണ്, റീക്വൽ വെലോസിറ്റി വാല്യൂ കൂടും. ശരിയല്ലേ? ആണോ? ഇതാണ്ട് ഈ ക്യാപിറ്റൽ എം, മാസ് ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് കൂടുകയാണ്, റീകോയിൽ വെലോസിറ്റി എന്തെയും കുറയും. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, റീകോയിൽ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ സിനിമയിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്നതാണ്. വലിയ ഗൺ വെച്ച്, ശ്രദ്ധിച്ചില്ലേ സിനിമയിൽ റോക്കി ബായി ഒക്കെ വലിയ ഗൺ വെച്ച് സ്റ്റാൻഡിനകത്തൊക്കെ വെച്ച് വെടിവെക്കുന്ന സമയത്ത് റീകോയിൽ കുറവാണ്. ആ റീകോയിൽ കാരണമാണ്, ശ്രദ്ധിച്ചാണ്, റീകോയിൽ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത്രയും മാസ് കൂടിയ കണ്ണ് റീകോയിൽ കുറവായിരിക്കും. ചെറിയ കണ്ണൊക്കെ നോക്കിയാൽ റൈഫിളൊക്കെ വെക്കും, ഇങ്ങനെ ചാടി പോവില്ല. പക്ഷെ വലിയ കണ്ണ് അത്രയും പ്രശ്നമില്ല, കുറെ കൂടെ സ്റ്റേബിൾ ആവും. അവരിങ്ങനെ ഉറപ്പിച്ച് അല്ലെ ഷോൾഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുന്ന അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ, മാസ് കൂടാന്നുണ്ടെങ്കിൽ റീകോയിൽ വെലോസിറ്റി കുറയും. അതായത് ഗണ്ണ് ഉപയോഗിക്കുന്നവർക്ക് സ്റ്റേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു റെഡ്യൂസ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ, ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി കുറയ്ക്കണം. എന്ത് ചെയ്താൽ മതി? മാസ് കൂട്ടിയാൽ മതി അല്ലേ? ആണ്. യൂസ് എ ലൈറ്റർ ഗണ്ണ് തെറ്റ്, യൂസ് എ ഹെവിയർ ഗണ്ണാണ്. യൂസ് എ ഫാസ്റ്റർ ബുള്ളറ്റ്, ഇൻക്രീസ് മാസ് ഓഫ് ദ ബുള്ളറ്റ്. ഇതൊന്നും അല്ല ആൻസർ. എന്താണ്? ഹെവി ആയിട്ടുള്ള ഗണ്ണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റീകോയിൽ വെലോസിറ്റി കുറയും. റീകോയിൽ വെലോസിറ്റി കൂടാൻ എന്ത് പറ്റും? ആ ഗണ്ണ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി പോകും അല്ല, ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് നമ്മൾ ഉന്നം തെറ്റിപ്പോകും. ഓക്കെ, യെസ്. നോക്ക്, സെയിം ക്വസ്റ്റ്യൻ ആണ്. ടു റെഡ്യൂസ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ വൺ ഷുഡ് യൂസ് ഹെവിയർ ഗൺ. ഓക്കെ. If the velocity of the bullet is doubled, the recoil velocity of the gun എന്തായിരിക്കും സംഭവിക്കുക? V is equal to, ശ്രദ്ധിച്ചോ, V is equal to, ശ്രദ്ധിച്ചോ, -mv divided by capital M ആണ്. ഓക്കെ അല്ലേ? ഇതാണ് recoil velocity equation. എന്താ ചെയ്തേ? യെസ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡബിൾ ആക്കി. അങ്ങനെയാണെങ്കിൽ V is equal to, ശ്രദ്ധിച്ചോ, -m 2 times v by m. ശരിയാണോ? ശരിയല്ലേ? ആണ്. സോ V is equal to -2 കൊണ്ട് mv divided by m വരും. ഇതെന്താണ്? പഴയ റീക്വൽ വെലോസിറ്റി. അതായത് പുതിയ റീക്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, പഴയതിന്റെ 2 ഇരട്ടി അല്ലേ? പഴയതിന്റെ 2 ഇരട്ടി. പുതിയ റീക്വൽ വെലോസിറ്റി ഡബിൾ ആയിട്ട് മാറും. അതായത് ശ്രദ്ധിച്ചോ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഈസ് ഡബിൾഡ്, ബുള്ളറ്റ് ഡബിൾ ആയാൽ റീക്വൽ വെലോസിറ്റി എന്ത് സംഭവിക്കും? പഴയതിന്റെ ഡബിൾ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ, സെറ്റാണ്. യെസ്. നമുക്ക് ഇഫ് ദ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഈസ് ഡബിൾഡ്, റീക്വൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് എന്താവും? ഡബിൾ ആവും. കണ്ടതാണ്, ചെയ്തതാണ്. When a bullet is fired from a gun, the total momentum of the gun and the bullet before firing is, total momentum എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ കണ്ടല്ലോ, നോക്കിയ മാസ് ഉണ്ട്, വെലോസിറ്റി എന്തായിരുന്നു? 0 ആണ്. പ്ലസ് മാസ് ഉണ്ട്, വെലോസിറ്റി എന്തായിരുന്നു? 0 ആണ്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് 0 ആണ്. ശരിയല്ലേ? ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ
റീക്വൽ വെലോസിറ്റി ഓഫ് ഗണ്ണിന് എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്തു. സെറ്റാണ്. പിന്നെ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, ടോട്ടൽ മൊമെന്റം ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ബിഫോർ ഫയറിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് എ ഗൺ ഹാസ് എ മാസ് ക്യാപിറ്റൽ M ആൻഡ് ബുള്ളറ്റ് ഹാസ് എ മാസ് സ്മോൾ m ആൻഡ് ബുള്ളറ്റ് ഈസ് ഫയർഡ് വിത്ത് വെലോസിറ്റി സ്മോൾ v, ദ റീക്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ V. ഓക്കെ അല്ലേ? യെസ്. ഈ നോക്കി, ഈ ബുള്ളറ്റിന്റെ വെലോസിറ്റി വേറൊരു പേര് വിളിക്കുക, ശ്രദ്ധിച്ചോണേ. മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണ്. വെലോസിറ്റി ബുള്ളറ്റിന് പകരം മസിൽ വെലോസിറ്റി എന്ന് കണ്ടാൽ മനസ്സിലായിക്കോണം, അതാണ് ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണ് കേട്ടോ. യെസ്. അങ്ങനെയാണ് എന്താണ് റീക്വൽ വെലോസിറ്റി ആണ് അല്ലേ? ദ റീക്വൽ വെലോസിറ്റി V ഓഫ് ദ ഗൺ ഈസ് ഗിവൺ ബൈ റീക്വൽ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്യാപിറ്റൽ V ഈക്വൽ ടു -me ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാപിറ്റൽ M ഈക്വൽ ടു -me ആണ്. അന്ന് ക്യാപിറ്റൽ V ഈക്വൽ ടു -me ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഇതെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. നോക്ക്, ഇഫ് വി അപ്ലൈ ഓയിൽ ടു എ ഡോർ ഹിഞ്ച് ദ ഫ്രിക്ഷൻ വിൽ. നോക്കിയേ, ഓയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുക, പോളിഷ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് കേട്ടോ. യെസ്. നമുക്ക് ഇഫ് വി അപ്ലൈ ഓയിൽ ടു എ ഡോർ ഹിഞ്ച് ദ ഫ്രിക്ഷൻ വിൽ ഡിക്രീസ്. ഫ്രിക്ഷൻ കുറയാണ് ചെയ്യുന്നത് കേട്ടോ. ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബോൾ ബെയറിംഗ് ഉപയോഗിക്കുക, പോളിഷ് ചെയ്യുക, ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക, ഇതൊക്കെ ഫ്രിക്ഷൻ കുറയാൻ വേണ്ടിയിട്ടാണേ. യെസ്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മച്ച് ഡാഷ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നാണ്. നോക്കാം, റോൾ ചെയ്യുക, അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താ വരുന്നത്? സ്മോളർ ദാൻ ആണ് അല്ലേ? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ എന്നാണ് വരുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിയും കുറവായിരിക്കും എന്ത് വരുന്നത്? റോളിംഗ് ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഫ്രിക്ഷൻ ഈസ് ഓഫൺ കൺസിഡർഡ് ആസ് എ നെസസറി ഈവിൾ ബിക്കോസ്. ഓക്കെ, ഫ്രിക്ഷനെ ഒരു നെസസറി ഈവിൾ, ആവശ്യമുള്ള, നമുക്ക് ആവശ്യമുള്ള ചെകുത്താനായിട്ടാണ് അല്ലേ കണക്കാക്കുന്നത്. അതായത് പ്രയോഗം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് ഫ്രിക്ഷൻ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഫ്രിക്ഷൻ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പം ഫ്രിക്ഷൻ എന്താണ്? നെസസറി ഈവൽ എന്ന് പറയാൻ കാര്യം എന്താ? യെസ്, ഗുണമുണ്ട്, ദോഷമുണ്ട്. നോക്കാം. കോസസ് വിയർ ആൻഡ് ടിയർ ബട്ട് അലോ അസ് ടു വോക്ക്. ഇത് കറക്റ്റാ അല്ലേ? തേയ്മാനം ഉണ്ടാക്കും, പക്ഷെ നമ്മളെ നടക്കാൻ അനുഭവിക്കുന്ന നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട് ഫ്രിക്ഷൻ കൊണ്ട്. യെസ്, ഓൺലി ക്രിയേറ്റ്സ് ഹീറ്റ് അല്ലേ? ഫ്രിക്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനകത്ത് വരുന്നതാണ് ഹീറ്റിംഗ് കേട്ടോ. ഓൾവേസ് സ്റ്റോപ്സ് മോഷനെ സ്റ്റോപ്പ് ചെയ്യുക, അതൊക്കെ ശരിയാണ്. യെസ്, മേക്ക് സർഫസ് സ്മൂത്തർ ഓവർ ടൈം, അത് ശരിയാണ്. പക്ഷെ നമുക്ക് അഡ്വാൻറ്റേജ് എന്നുള്ള രീതി നോക്കുമ്പോൾ എന്താണ് അല്ലേ? യെസ്, വിയർ ആൻഡ് ടിയർ ഉണ്ടാക്കുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ട്, ദോഷമുണ്ട്. ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിന്റെ കേസിൽ പ്രധാനമായിട്ട് ലിക്വിഡ് ഗ്യാസ്, അതിന്റെ കേസിലാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, റോളിംഗ് ഫ്രിക്ഷൻ തന്നെ ഡ്രാഗ് എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഡ്രാഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, മേക്കിംഗ് ദ സർഫസ് റഫർ അല്ല, ഇൻക്രീസിംഗ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ല, യൂസിംഗ് ലൂബ്രിക്കൻസ് ലൈക്ക് ഓയിൽ ഓർ ഗ്രീസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും അല്ലേ? യെസ്. റിമൂവിംഗ് വീൽസ് തെറ്റാണ്. ഓക്കെ. Yes. When a box is pushed across a floor but does not move, the friction acting on it. Okay, ഒരു ഫ്ലോറിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പോവാ? സ്ലൈഡ് ചെയ്ത് നീക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്ത്, പക്ഷെ വസ്തു നീങ്ങുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് ഏത് സ്ഥലത്തിരിക്കുകയാണ്? റെസ്റ്റിലിരിക്കുകയാണ്. ഇങ്ങനെ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള ഫ്രിക്ഷൻ നമ്മളൊരു പേരിട്ട് വിളിച്ചല്ലോ, ഓർമ്മയുണ്ടോ? ഓർമ്മ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ല, റോളിംഗ് ഫ്രിക്ഷൻ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0. ആൻസർ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റെസ്റ്റിലിരിക്കുന്ന വസ്തുവിന് അതിന് പെടുന്ന ഫ്രിക്ഷൻ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? യെസ്. വിച്ച് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഈ സ്ട്രോങ്സ്റ്റ്? ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഏതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും വലിയ തടസ്സം, ഏറ്റവും നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ആരാ? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ല, റോളിംഗ് ഫ്രിക്ഷൻ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. വസ്തു റെസ്റ്റിലേക്ക് അനങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. ഓക്കെ അല്ലേ? ക്ലിയർ? The use of ball bearings in machine help to reduce friction by converting. നോക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇൻറ്റു റോളിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ ഇൻറ്റു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു കൈനറ്റിക് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഇൻറ്റു ഹീറ്റ്. ശരിക്കും ശ്രദ്ധിച്ചോണേ, ഈ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്ന വഴി എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ.